ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് തന്നെയാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ധ്യാനം തുടരുന്നത്. ഇന്ന് നമ്മൾ വായിക്കുന്നത് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെ വാക്യങ്ങൾ. പരിശുദ്ധ അമ്മ തൻ്റെ ഇളയമ്മയായ എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട തിരുവചനം. ഈ 1-ാം അധ്യായം 41-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ദൈവം ഉള്ളിലുള്ള ഒരാളുടെ സംസാരം അത് കേൾക്കുന്നവരിൽ ഉണ്ടാക്കുന്നത് അസാധാരണമായ അസ്വാഭാവികമായ ഫലങ്ങളാണ്. നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം ഇതാണ്. നമ്മൾ കാണുന്നു, പരിശുദ്ധ അമ്മ ഉള്ളിൽ ഈശോയെ വച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ, ഈശോയുടെ സാന്നിധ്യത്തോടെ സംസാരിച്ചപ്പോൾ അത് കേട്ട എലിസബത്തും പരിശുദ്ധാത്മാവ് നിറയുന്നു, വലിയ സന്തോഷം കൊണ്ട് നിറയുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ കേൾക്കുന്നവരിൽ പരിശുദ്ധാത്മാവും നന്മയുമാണോ നിറയുന്നത്, അതോ തിന്മയുടെ ആത്മാവും ദുഷ്ടതയുടെ ചിന്തകളുമാണോ നിറയുന്നത്? ഹൃദയത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് എന്ന് പറയും. ഹൃദയത്തിൽ, ഉദരത്തിൽ ഈശോയെ കൊണ്ടു നടന്ന മറിയത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് വന്നത് എല്ലാം ദൈവികമായ കാര്യങ്ങളും നന്മയായ കാര്യങ്ങളും പോസിറ്റീവായ കാര്യങ്ങളുമായിരുന്നു. നമുക്കും ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയായ ഉദരത്തിലേക്ക് പരിശുദ്ധ അമ്മയെപ്പോലെ ഓരോ ദിവസവും ഈശോയെ സ്വീകരിക്കാൻ വലിയ സാധ്യതയുണ്ട്. ആ ഈശോയെ സ്വീകരിച്ചിട്ട് നമ്മളിൽ നിന്ന് നമ്മുടെ അധരം സംസാരിക്കുന്നത് ദൈവികമായ കാര്യങ്ങളാണോ, നന്മയാണോ, പോസിറ്റീവായ കാര്യങ്ങളാണോ എങ്കിൽ നമ്മുടെ സംസാരം കേൾക്കുന്നവരിലും ആ പോസിറ്റിവിറ്റിയുടെ ചൈതന്യം നിറയും. രണ്ടാമതൊരു കാര്യം കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നു. അതായത്, എലിസബത്ത് ഉടനെ ഈ പരിശുദ്ധ അമ്മ ആരാണെന്നും അമ്മയിലുള്ളത് എന്താണെന്നും മനസ്സിലാക്കുന്നു. എലിസബത്ത് പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിൻ്റെ അഭിവാദന സ്വരം ശ്രവിച്ചപ്പോൾ എൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ച് ചാടി. നമ്മളെ കേൾക്കുന്നവർക്കും നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ ചൈതന്യം ഏതാണെന്ന് അറിയാൻ പറ്റും. നമ്മൾ ഈ നാളുകളിലൊക്കെ ചിലരെക്കുറിച്ചുള്ള നല്ലതല്ലാത്ത സംസാരങ്ങൾ കേൾക്കുന്നു, നമ്മൾ കുറേയൊക്കെ പറയുന്നു. നമുക്ക് നന്മയായ കാര്യങ്ങളാണോ മറ്റുള്ളവരെ കാണുമ്പോൾ പറയാനുള്ളത്? പോസിറ്റീവായ കാര്യങ്ങളാണോ മറ്റുള്ളവരെ കാണുമ്പോൾ പറയാനുള്ളത്? കൺസ്ട്രക്റ്റീവായ, മറ്റുള്ളവരെ വളർത്തുന്ന, അവർക്ക് നല്ല ചിന്തകൾ കൊടുക്കുന്ന, അവർക്ക് ദൈവിക ചിന്ത കൊടുക്കുന്ന കാര്യങ്ങളാണോ നമ്മൾ പറയുന്നത്? അതെയോ മറ്റുള്ളവരുടെ കുറ്റങ്ങളും അവരുടെ കുറവുകളും അവർക്ക് സംഭവിച്ച വീഴ്ചകളും ഒക്കെ പറഞ്ഞ് നമ്മളത് ആഘോഷിച്ച് നമ്മുടെ മനസ്സിനെയും കേൾക്കുന്നവരുടെ മനസ്സിനെയും വികലമാക്കുകയാണോ? അതെയോ എത്രയോ നന്മകൾ മറുവശത്ത് ലോകത്തിൽ നടക്കുന്നുണ്ട്, അതൊക്കെ കാണാനും എടുത്തു പറയാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? എലിസബത്ത് മറിയത്തിൻ്റെ പ്രസാദാത്മക വാക്കുകളിൽ നിന്ന് അവളിലെ ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയുന്നു. നമ്മൾ പറയുന്ന നമ്മുടെ സംസാരത്തിൽ നിന്നാണ് നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ ആത്മീയ ചൈതന്യം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഉള്ള എന്താണോ അതാണ് നമുക്ക് പുറത്തേക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അറിയാം ഈ മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്താണ്. നമുക്ക് മറ്റുള്ളവരോട് നല്ലത് സംസാരിക്കാൻ പറ്റട്ടെ, നമ്മളിൽ ഈശോ ഉണ്ടാവട്ടെ, നമുക്ക് നല്ലത് സംസാരിക്കാൻ പറ്റട്ടെ, നമ്മെ കേൾക്കുന്നവരും ദൈവത്താൽ നിറയാനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ എലിസബത്തിൻ്റെയും മാധ്യസ്ഥം പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അഭിവാദനങ്ങൾ, നമ്മുടെ സംസാരം, നമ്മുടെ ചിന്തകൾ ഇതെല്ലാം ഈശോ കൊണ്ട് നിറയാനും കേൾക്കുന്നവർക്കും ഈശോ കൊണ്ട് നിറയാനുമുള്ള വലിയ അനുഗ്രഹം ലഭിക്കട്ടെ.